പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ CI ഐസക്കുമായുള്ള മറുപടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വഖഫ് നിയമം തന്നെ എടുത്തു കളയേണ്ടതല്ലേ? 9.4 ലക്ഷം ഏക്കർ സ്ഥലമാണ്. 9.4 ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡ് ഇന്ത്യയിലുള്ളത്. സുന്നി ഷിയ 30 വഖഫ് ബോർഡുണ്ട് സുന്നിക്ക്, 2 ഉള്ളൂ ഷിയായിക്ക്. 28 സംസ്ഥാനമേ ഉള്ളൂ. അപ്പോൾ പല സംസ്ഥാനങ്ങളും ഒന്നിലധികം വഖഫ് ബോർഡുകളുണ്ട്. നോർത്ത് ഈസ്റ്റിലൊന്നും ഇവൻ്റെ വഖഫ് ബോർഡൊന്നുമില്ല. ഈ ബാക്കി മുഴുവൻ ഇവിടെ തന്നെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം വഖഫ് ബോർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അധികാരത്തിനും പണത്തിനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അന്വേഷിക്കുമ്പോൾ 200 കുടുംബം മാത്രമാണ് വഖഫ് കൈകാര്യം ചെയ്യുന്നവരുന്നത്. 200 കുടുംബങ്ങളാണ്. അവരാണ് ഈ കാര്യങ്ങൾ, അവരാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ ചെയ്യണം, എവിടെയൊക്കെ. ഇപ്പം മുനമ്പെന്നുള്ള ഇനിയിപ്പം ഭയങ്കര ഡെവലപ്മെന്റ്, അവിടെ ഫോർട്ടുമൊക്കെ വന്നില്ലേ? അതെ അതെ അതെ, ഫോർട്ടുമൊക്കെ വന്ന് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പം അവിടെ റിയൽ എസ്റ്റേറ്റ് തന്നെ നടക്കും. അതിനു വേണ്ടിയാണ് മുനമ്പത്ത് കയറി പിടിച്ചത്. ഇനി നാളെ വേറൊരു സ്ഥലത്താകുമ്പോൾ അങ്ങോട്ട് വരും. ഇപ്പം തന്നെ വയനാട്ടിൽ കണ്ടില്ലേ? വയനാട്ടിൽ ഇവിടെ മനുഷ്യവാസം തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. അവിടെ ഇവിടെ വഖഫ് ഭൂമിയാണെന്നത്. അത് നല്ല ഭൂമി എവിടെ ഉണ്ടോ അവിടെ കയറി മാർക്ക് ചെയ്തിട്ട് പോവുക. അതെങ്ങനെ? 2 തരം നിയമം, 2 തരം ജുഡീഷ്യൽ നിയമം അവിടെ ബാധകമല്ല, ജുഡീഷ്യറി അവർക്ക് ബാധകമല്ല. അതെങ്ങനെ ഒരു രാജ്യത്ത് 2 നിയമം ഉണ്ടാകുന്നത്, 2 പൗരന്മാരുണ്ടാകുന്നത്? എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെ കിട്ടണം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതും അവിടെയല്ലേ സാർ UCCയുടെ പ്രാധാന്യം? അതെ, യൂണിഫോം സിവിൽ കോഡിന്റെ പ്രാധാന്യം എവിടെയാണ്? അവന് ഭാര്യയെ ഉപേക്ഷിക്കാം, നമ്മുടെ ഭാര്യയെ നമുക്ക് ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല. തമാശ കൊണ്ട് പറഞ്ഞതാണ്. അവന് സ്ത്രീകളെ അവിടെ കാശിന് പതിനാറായിട്ടായിട്ടിരിക്കുന്നു, ഇവർ അടിമകളായിട്ടായിട്ടിരിക്കുന്നത്. അവർക്കും ജീവിക്കാൻ അവകാശമില്ലേ? ഇപ്പം തന്നെ ഓരോ സ്ഥലത്ത് കാണത്തില്ലേ, അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണത്തില്ലേ, പെണ്ണുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകാനേ ഒക്കത്തില്ല, അക്ഷരം പഠിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നികൃഷ്ടവും നീചവുമായ കാര്യമാണ്. അതൊക്കെ നമ്മൾ പിന്തുണയ്ക്കുകയും അതൊക്കെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മളാണ്. വാസ്തവം പറഞ്ഞാൽ സമൂഹത്തോടും രാജ്യത്തോടും രാഷ്ട്രത്തോടും സമൂഹത്തോടും നന്ദികേട് കാണിക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യുന്നത്. അപ്പം 2 നിയമം പറ്റില്ല. വഖഫിനൊരു നിയമം, അങ്ങനെയാണെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഒരു നിയമം വേണം, ക്രിസ്ത്യാനികളുടെ നിയമം. പള്ളിയുടെ സ്ഥലത്തോട് നിങ്ങൾക്ക് ആർക്കും നടക്കാനൊക്കത്തില്ല, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് പറയുന്നത് അത് നീതിയല്ല, അനീതിയാണ്. അത്രയും വലിയ അനീതി ലോകത്തിൽ വേറെ കാണുന്നു. ഈ മതസംവരണം പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലാണല്ലോ അല്ലേ? അതെ അതെ, ഇവർക്ക് മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, പരിഗണന കൊടുക്കുക. ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ജാതി സംവരണം ഒക്കെ, പക്ഷെ മതസംവരണം പാടില്ല എന്നുള്ള രീതിയിൽ ചില പരാമർശം ഉണ്ടായിരുന്നു. അതിന് നിയമം പാസ്സാക്കണം നമ്മൾ. അവര് കോടതി പാസിംഗ് റെഫറൻസ് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ല. നിയമം ഉണ്ടാക്കണം. അത്തരം സംവരണങ്ങൾ പറ്റില്ല എന്ന് നിയമം ഉണ്ടാക്കണം. മതസംവരണം എങ്ങനെയാ? അപ്പം എനിക്ക് സംവരണം കിട്ടാൻ ഞാൻ മതം മാറിയാൽ മതിയല്ലോ. ഞാൻ ക്രിസ്ത്യാനികൾക്ക് മതം മാറുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം സിഖ് മതം സ്വീകരിച്ചാൽ കൂടുതൽ ആനുകൂല്യം ഞാൻ അങ്ങോട്ട് മാറിയാൽ മതിയല്ലോ. അല്ല സാർ, ഈ 2047 ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കും, അതാണല്ലോ അവരുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം അതാണ്. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആ രീതിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടായിരിക്കും ഒരുപക്ഷെ എല്ലാ കണ്ണിൽ കണ്ട എല്ലാ ഭൂമിയും നമുക്ക് ഭൂമി ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളും ബാധ്യസ്ഥനാണ്. ജീവിക്കാൻ വേണ്ടി ബാധ്യസ്ഥനാണ്. ജീവിക്കാൻ വേണ്ടി പലതും നമ്മൾ വേഷം കെട്ടേണ്ടി വരും. മനുഷ്യരുടെ കാര്യമോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര പേർക്ക് ആദർശം ഉണ്ടാകും? ആദർശം പറഞ്ഞ് നിൽക്കാനൊക്കെ വൈറ്റ് വല്ലതും പോകണ്ടേ? അതൊക്കെ ഇതേ പ്രശ്നം. അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇന്ത്യയെ മൊത്തത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കണമെന്ന്. ഇപ്പൊ പാകിസ്ഥാനേക്കാളും കൂടുതൽ ലാൻഡ് ഉള്ളത്, വഖഫ് ലാൻഡ് ഉള്ളത് ഇന്ത്യയിലാണ്. ഒരു 10% ലാൻഡ് കൂടുതലാണ്. പാകിസ്ഥാന്റെ ടോട്ടൽ ലാൻഡ് ഏരിയയെക്കാളും 10% കൂടുതലാണ് വഖഫ്, ഇവിടുത്തെ വഖഫ്. അല്ലേ? അതെ അതെ. എന്തൊരു അന്യായമാണ്. അവര് ആരെങ്കിലും ഇപ്പം താജ്മഹൽ ആരുണ്ടാക്കിയതാ? ശരിക്കും പറഞ്ഞാൽ ഹിന്ദു രാജാവിൻ്റെ സ്ഥലമാണ്, കയ്യേറിയതിൻ്റെ അകത്ത് അവരുടെ മോസ്ക് വെച്ചു, അല്ലെ മകുടം വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ 20 വർഷം ഇരുന്നപ്പം വെള്ളിയാഴ്ച കയറാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച അവിടെ നിസ്കരിക്കുന്ന ദിവസം അവിടെ കയറാനൊക്കത്തില്ല, കാണാമത്തില്ല. ഞാൻ തിരിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം അവിടെ നിൽക്കാനും ഒക്കത്തില്ല. അറിയാമെങ്കിൽ ഞാൻ പിറ്റേ ദിവസം നിന്ന് തന്നെ താജ്മഹൽ കയറി കാണാത്തില്ല, പുറത്തൂടെ ഒക്കെ കണ്ടതേ ഉള്ളൂ. അപ്പം അന്നേ തുടങ്ങിയതാണ്. 20 വർഷം മുമ്പത്തെ സംഭവമായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായത് വഖഫാണെന്നൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത് വഖഫാണെന്ന്. അല്ല, പൊന്നാനിയിലൊരു മഹാദേവ ക്ഷേത്രം, അത്
അവിടെ അത് തകർത്തിട്ടാണല്ലോ ഇപ്പൊ അവിടെ ആ മസ്ജിദ് പണിയുന്നത്. പക്ഷേ ഈ അത് ചോദ്യം ചെയ്ത നമ്മളൊക്കെ വർഗീയവാദികളാണ്. അതെ, അവന്മാര് വിശുദ്ധന്മാരുമാകും. അതെ, വിശുദ്ധന്മാരാവുകയും ചെയ്യും. ഇപ്പം നാളെ പിന്നെ മലയാറ്റൂർ പള്ളി ഇവർ അവകാശപ്പെട്ട കൊടുത്തേ ഒക്കെയുള്ളൂ, യാതൊരു തെളിവുമില്ല. ഇവർ 1947 മറ്റോ അവിടെ തുടങ്ങിയത്, ഒരു തെളിവുമില്ല. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അപ്പം ഇത്തരം ചില സംഭവങ്ങളാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. നാളെ നമ്മുടെ സന്തതികൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുമോ എന്നുള്ളൊരു പ്രശ്നം, ക്വസ്റ്റ്യൻ ഉദിക്കുന്നതാണ്. ഹിന്ദുക്കൾ പലതും ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ പല ക്ഷേത്രങ്ങളും. ഈ നോർത്തിലുള്ള പല ക്ഷേത്രങ്ങളും തകർത്തിട്ടാണ് പള്ളി പണിതിരിക്കുന്നത്. അതാ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആർക്കിയോളജി സർവേ സമ്മതിക്കുകയല്ലോ. അതായത് കഴിഞ്ഞ ദിവസം വെടിവെപ്പ് ഉണ്ടായത്. അതെ അതെ, ചെന്ന ഉദ്യോഗസ്ഥന്മാരെ വെടിവെപ്പ് അവര് തമ്മിൽ തന്നെയായിരുന്നു. അല്ല, അതും ടിഷ് ചെയ്യാൻ നോക്കി. പിന്നെ അവിടെ ഇരിക്കുന്ന അല്ല, ഇതേ ഈ വഖഫില് അവരെടുക്കുന്ന സ്റ്റാൻഡ് ഹിന്ദുക്കൾ, ഇവിടുത്തെ മെജോറിറ്റി അവരതേ തിരിച്ചൊരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? രക്തപ്പഴകൂടെ എടുക്കേണ്ടത്. അവർ അങ്ങനെ സ്റ്റാൻഡ് എടുക്കണം. പേടിച്ച് മാറുന്നതായി കുഴപ്പം. പേടിച്ച് മാറുമ്പോഴാണ് ഈ പ്രശ്നം. എതിർക്കുമെന്ന് കണ്ടാൽ മരമൊന്നും ചെയ്യത്തില്ല. എന്താ RSനോട് ഇപ്പം ചൊറിഞ്ഞ് കളിക്കാത്തത്? ബാക്കി ആരോട് വേണേലും കളിക്കും. ജോസഫ് സാറിന്റെ കൈ വെട്ടാൻ പോയി. ജോസഫ് സാർ കേരള കോൺഗ്രസ്സുകാരനെ ക്രിസ്ത്യാനിയാണ്. മറ്റേ RSകാരനെ എന്നെ വെട്ടുന്നില്ലല്ലോ. എന്റെ കഴുത്ത് വെട്ടണ്ടല്ലേ? വാര്യംകുന്നനെ അല്ലെന്ന് പറഞ്ഞപ്പോ വെട്ടാൻ പറ്റത്തില്ല. ഞാൻ തൻ്റെ ഇടമായിട്ട് വഴി ഇറങ്ങി നടക്കുന്നുണ്ട്. പേടിക്കുന്നുമില്ല, ആരെയും പേടിക്കുന്നില്ല. കാര്യം എനിക്കറിയാം, പേടിയുള്ള താടിയുള്ള അച്ഛനെ പേടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹിന്ദുക്കൾ സജീവമാകണം. ഹിന്ദുക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അവരിങ്ങനെ ഉറങ്ങിയിരുന്നാൽ പോരാ, അവരും ഇതുപോലെ വഖഫ് പോകണോ എന്തെങ്കിലും പോകണോ അവരും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് മുഴുവൻ സാധനവും കൂടെ കൈ കണ്ണടച്ച് ഇങ്ങനെ എത്തിക്കൊണ്ട് വരച്ച് കാണിക്കുന്നു. ഇവിടെ മുഴുവൻ ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ. അല്ല, വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ കൗണ്ടറായിട്ട് വരുന്ന ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണ്. വഖഫ് ബോർഡിനുള്ള അധികാരം ദേവസ്വം ബോർഡിൽ ഇല്ല. ദേവസ്വം ബോർഡിന് കൊടുക്കണം. ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞ സാധനമാണല്ലോ. ഇവന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് കുത്തിവരാനുള്ള സ്ഥലമാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഇപ്പൊ തന്ത്രിമാരെ പോലും കീശയിലാക്കിയിരിക്കുക. ഗുരുവായൂരിലെ അവസ്ഥയൊക്കെ. അതെ, അവസ്ഥ ഗുരുവായൂർ തൃശ്ശൂരൊക്കെ അറിയത്തില്ലേ? അതെ അതെ അതെ. ഇപ്പൊ ബംഗ്ലാദേശില് ന്യൂനപക്ഷ വേട്ട തുടരുന്നു. ഹിന്ദു വംശഹത്യ. അവിടെ ഇസ്കോണിന്റെ അടക്കം നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. പിടിച്ചിട്ടിരിക്കല്ലേ? അവർക്ക് നിയമസംരക്ഷ പോലും ഇല്ല. അല്ല, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. കേരളത്തില് ഇപ്പോ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇതിൽ പാർലമെന്റ് ആക്രമിച്ച് അവനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതെ, അത് നമ്മുടെ ഒരു എന്താ, ഈ തിന്ന ചോറിന് ഒരു കൂറില്ലാത്ത സാധനം, ഇരിക്കുന്ന കമ്പ് വരയുന്ന സാധനമാണ് നമ്മുടെ. അത്ര ദരിദ്ര. നമ്മൾ ഇരിക്കുന്ന കമ്പ് നമ്മൾ വരഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? നമ്മൾ ഇരിക്കുന്ന കമ്പല്ലേ പറയുന്നത്. ഹിന്ദുത്വത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രോഹവും ചെയ്യാതെ സമാധാനത്തിൽ ഏറ്റവും വലിയ സമാധാനപരമായി ജീവിക്കുന്ന സമൂഹത്തെ ആക്രമിക്കുക, അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇസ്കോണിനെ എന്നാ ചെയ്തിട്ട് അവർ അവർക്ക് നിയമപരിരക്ഷ പോലും ഇല്ലല്ലോ. അത് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അവർക്ക് നിയമപരിരക്ഷ കിട്ടണ്ടേ? പക്ഷേ ഇന്ത്യ ശരിക്കും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പച്ചവെള്ളം കുടിക്കാതെ അവൻ അവിടെ കിടക്കും. ചൈനയിൽ നിന്നും വെള്ളം കൊണ്ട് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. നമ്മുടെ വെള്ളം അങ്ങ് അടച്ചാൽ മതി. അടച്ചാൽ നമുക്ക് കറണ്ട് ഉണ്ടാക്കാം. ഗംഗ അടച്ചാൽ മതി. നമുക്ക് സംവിധാനമുണ്ട്. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം സമുദ്രത്തിൽ കൂടെ. ഇന്റർനാഷണൽ വാട്ടേഴ്സ് നമ്മുടെ കപ്പൽ കിടക്കാമല്ലോ. അവന്റെ വാട്ടേഴ്സിലേ പറ്റത്തുള്ളൂ, കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിലൊക്കെ ചൈനയാണ് വില്ലൻ സ്ഥാനത്ത്. ചൈനയാണ് വില്ലൻ. ചൈന നമ്മളെ ഒതുക്കാൻ വേണ്ടി അവനൊരു സാമ്പത്തിക ശക്തി ഇവിടെ വളർന്നു വരുന്നത് ഇഷ്ടമല്ല. അതും സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുത്തുള്ള ഒരു സ്വാതന്ത്ര്യ ശക്തിയാണ്. വരുന്നവരൊക്കെ എന്ത് ചെയ്യാനും എന്ത് തിന്നണമെന്ന് തീരുമാനിക്കാനും സാധിക്കുന്നതാണ്. അവിടെ മുസ്ലിങ്ങളെ അവിടെ പിന്നെ പീഡിപ്പിക്കുന്നവനാണ് ഇപ്പം ഈ ഇവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ മുസ്ലിങ്ങളെ പിന്നെ അവിടെ വില്ലേജ് കിടക്കുന്നത് പാസ്പോർട്ട് കാണിക്കണം. ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു പോകണമെങ്കിൽ അവരെയും ചുട്ടുകൊല്ലുക. അവനെ ഇവിടുത്തെ ബംഗ്ലാദേശിലെ മുസ്ലിമിനെ സംരക്ഷിക്കാൻ പറ്റുന്നത്. അത് ന്യായമാണ്? അത് ന്യായമല്ല. ഭാരതത്തെ നശിപ്പിക്കണമെന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ബംഗ്ലാദേശിനോടുള്ള സ്നേഹമൊന്നുമില്ല.
അവനറിയാം ബംഗ്ലാദേശിനെ ഒരു ദിവസം കൊണ്ട് ചുറ്റ് ചാമ്പലാക്കാമെന്നറിയാം. ആക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്ത്യയെ ഭാരതം ആക്കിയപ്പോ ഉള്ള കോലാഹലം കണ്ടില്ല. കോലാഹലം കിട്ടും. ഈ 90 വർഷം പഴക്കമുള്ള ഒരു പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം റാണി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിന്, ഭാരതത്തിൻ്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇട്ട പേരാണ് ഇന്ത്യ എന്നുള്ളത്. അത് സൗകര്യത്തിനാണ്, ഈ കമ്പനി മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ഇന്ത്യ. NCERT-യിൽ ഇല്ല പാഠ്യപദ്ധതി പരിഷ്കരണം. അപ്പൊ ഇങ്ങനെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ എൻ്റെ ചരിത്രബോധമാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനസംഖ്യാ ശോഷണത്തിൻ്റെ വേറൊരു കാരണം, 2 പേര് ജനിക്കുന്നതുകൊണ്ടല്ല, 2 പേര് ജനിച്ചാൽ അതും കാണുന്നില്ല. 2 പേരും ഇല്ല, പേരില്ലാത്ത മാത്രമല്ല അവരെ ഈ ഭൂമി തന്നെ വിട്ടു. ഇപ്പം കുമ്പനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ, തിരുവല്ലയ്ക്കടുത്ത്. അവിടെ അവർ 10-40 വർഷമായിട്ട് അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. പക്ഷെ അവരുടെ ആദ്യ തലമുറയൊക്കെ തിരിച്ചിവിടെ വന്ന് കെട്ടിടമൊക്കെ പണിത് താമസിച്ചു. പക്ഷെ മക്കൾ പോയവരാരും തിരിച്ചു വന്നില്ല. ഇപ്പം അവിടെ ആരുടെ ഭൂമിയാണ്? നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചിട്ട്, ഒരു മുൾപ്പടർപ്പൊക്കെ നല്ലൊരു കെട്ടിടം കിടക്കും, ഇത് ആരുടെയാണെന്ന് അറിയത്തില്ല. അവൻ്റെ അപ്പനോട് ചോദിക്കുക. അപ്പനോട് പറഞ്ഞു, പണ്ട് ഇവിടെ ഒരു ആളുണ്ടായിരുന്നു, അയാളുടെ മക്കളൊക്കെ അയാളും വിദേശത്തായിരുന്നു, അയാൾ ഇവിടെ തിരിച്ചു വന്നു, അന്നേരം അയാൾ വീട് പണിത്. മക്കളൊക്കെ ഇവിടെ ഇല്ല, മക്കളാരും വരുന്നില്ല. മക്കൾക്ക് നഷ്ടമാണ് ഇവിടെ വരുന്നില്ല. ഫ്ലൈറ്റ് ചാർജ് പോലും ഇവിടെ വിറ്റാൽ കിട്ടത്തില്ല. അത് ആരെടുത്താലും എനിമീസ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് സർക്കാർ എടുത്താൽ അവർക്ക് സന്തോഷം, അവർ അങ്ങോട്ട് പരാതിയായിട്ട് വരത്തില്ല. ആ അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഉഴവൂർ എങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് പറയുന്നു. കനായക്കാർ ഇങ്ങനെ കണക്കില്ലാതെ വിദേശത്തേക്ക് പോയി. എന്തുകൊണ്ടാണ് വിദേശത്ത് പോയിട്ട് അവർ മക്കളെ, ഈ എല്ലാ ബാങ്കുകളുടെയും എല്ലാ ശാഖകളുള്ള എന്തുകൊണ്ടാണ് ഇവരുടെ മക്കള് ഇവിടെ നിൽക്കാത്തതെന്ന്? മക്കളെ പഠിപ്പിക്കുന്ന ഇവിടെ അല്ല പഠിപ്പിക്കുന്നത്, അവരവിടെ പഠിപ്പിക്കുന്നത്. ബേസിക്കായിട്ടതാ. ഇത് നമ്മുടെ ഭാരതമാണെന്നും ഭാരതമാതാവിനെ നമ്മുടെ വർഷിപ്പ് ചെയ്യേണ്ടതെന്നും ഭാരതമാതാവിൻ്റെ കൊടിയാണ് നമ്മൾ ഉയർത്തേണ്ടതെന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ വിദേശ രാജ്യത്ത് പോയി അവിടെ സല്യൂട്ടൊക്കെ അടിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് തിരിച്ചു വരാത്തത്. അവരുടെ മക്കൾ ഒരിക്കലും വരുന്നില്ല. മക്കളുടെ മക്കൾ പോലും ഇപ്പം വരാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഉള്ള കുമ്പനാട്ടെ അവസ്ഥ വരാതെ നോക്കണം. അതിന് ഞാൻ നോക്കിയത് ഏറ്റവും നല്ലത് തന്നെ ഭാരതം എന്നൊരു വാക്ക്. അത് ചിരപുരാതനമായ ഒരു വാക്കാണ്. വിഷ്ണു പുരാണത്തിലാണ് ആദ്യം ഭാരതം എന്ന്. പിന്നെ കാളിദാസൻ പറയുന്നില്ലേ, എഴുത്തച്ഛൻ പറയുന്നില്ലേ, എല്ലാവരും ഇത് പറയുന്നുണ്ട്. എല്ലാവരും ഭാരതത്തെപ്പറ്റി പറയുന്നു, ഭാരതത്തെപ്പറ്റി ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷെ ഇന്ന് ഊറ്റം കൊള്ളാൻ അത്തരം ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നില്ലല്ലോ സ്കൂളിൽ. അയ്യപ്പണിക്കേടെയൊക്കെ ആണല്ലോ ഇപ്പം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആണ് അവർ പഠിപ്പിക്കുന്നത്. അതൊക്കെ ബോധപൂർവമായി ചെയ്യുന്ന, അല്ലാതെ അബദ്ധം കൊണ്ടൊന്നല്ല, അവരെ നന്നാകാൻ വേണ്ടിയൊന്നുമല്ല. ബോധപൂർവമായി ചെയ്യുന്നതാണ്. ദേശവിരുദ്ധത പഠിച്ചെങ്കിലേ നിന്നെ ഇവിടെ പാസ്സാക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യ എന്ന് മാത്രം, ഞാൻ പോലും അറിയാതെ ഇന്ത്യ, നമ്മളെല്ലാം അറിയാതെ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ കുഴപ്പമില്ല. എന്നെ പഠിപ്പിച്ച് 10-15 വർഷം പഠിപ്പിച്ച് അധ്യാപനം പഠിപ്പിച്ച് ഇന്ത്യ എന്നാണ്. 10-30 വർഷം പിള്ളേരെ പഠിപ്പിച്ച് ഇന്ത്യ എന്നാണ്. അന്ന് ഞാൻ പിള്ളേരോട് പറയുന്നത് ഉപ്പർസി മൂവെന്ന് പറഞ്ഞ പോലെ ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു, നമ്മുടെ ശരിയായ പേര് ഭാരതമാണ് എന്ന് എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ബാച്ചിന് 30 ബാച്ചിന് പറഞ്ഞു കൊടുത്താൽ എന്താകാനാ? ഒരു വലിയ മഹാസമുദ്രത്തിലെ ഒരു സൈഡിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് അല്ലേ ഉള്ളൂ. അപ്പം ദേശീയത ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിപ്പിക്കണം. ഭാരതം അഖണ്ഡ ഭാരതത്തിൻ്റെ ഫോട്ടോ ആണ് പഠിപ്പിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞാൽ ഇനി അത് പറയും അഖണ്ഡ ഭാരതം പഠിപ്പിച്ചു പാകിസ്ഥാൻകാരനെയൊക്കെ നമ്മൾ കൈവശപ്പെടുത്താനാണ് നോക്കുന്നത്, പിന്നെ അതിനുള്ള RSSന്റെ ഗൂഢ പദ്ധതിയാണ് എന്ന് പറയും. വെറുതെ RSSനെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരറിഞ്ഞില്ല ഞാനിത് ചെയ്തു എന്ന് അവരറിഞ്ഞില്ല. അവർ പത്രത്തിൽ വായിച്ചറിഞ്ഞതേ ഉള്ളൂ. പാവങ്ങളെ അവരെന്തിനാ, അവര് മര്യാദയ്ക്ക് അവര് രാജ്യത്തെ സേവിച്ച് ജനങ്ങളെ സേവിച്ചൊക്കെ അവർ കഴിഞ്ഞു കൂടുകയാണ്. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അവരല്ലേ വരുന്നത്, സേവാഭാരതിയല്ലേ വരുന്നത്. ഈ അവിടെ വയനാട്ടിലും സേവാഭാരതിയല്ലേ എന്ന്. അതൊന്നും ഇവന്മാരെ കണ്ടില്ല. നമ്മുടെ TV ചാനലിൽ വന്നെങ്കിലേ ഉള്ളൂ. ബാക്കി അവിടെ നിന്ന് സേവാഭാരതി വരുന്ന പറയുന്നില്ല. അത് ഞാൻ അതാ പറഞ്ഞത്. ഈ മുനമ്പത്തെ സംഭവം ഈ അടുത്ത കാലത്താണ് ബാക്കിയുള്ളവരൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അത് നശിപ്പിക്കാനാണ് എടുക്കുന്നത്.
നമ്മൾ മാത്രമേ ഉള്ളൂ ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് 50-60 ദിവസം നമ്മൾ പ്രവർത്തിച്ച നിങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിലും സാരമില്ല, ഇപ്പൊ ഒരു ഫലം കണ്ടു. പണ്ട് ശാഖയിൽ പോകുന്ന സമയത്ത് ABPയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? സംഘപരിവാർ ഭാരതത്തിൻ്റെ അധികാര കേന്ദ്രത്തിലെത്തുന്ന? അയ്യോ, ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നം കണ്ടിരുന്നത് എന്നെ പോലെ ധാരാളം ആളുകൾ വന്നേനെ. ഞാൻ എല്ലാം ത്യജിച്ചത് ദേശീയതയ്ക്ക് വേണ്ടിയാണ് ത്യജിച്ചത്. എനിക്കൊന്നും കിട്ടിയില്ല. എന്തിന് CMS കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനം PhD ഒക്കെ ഉള്ള ആൾ എനിക്ക് തരാതെ എന്നെക്കാളും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളത് പ്രിൻസിപ്പൽ സ്ഥാനം കൊടുത്തു. ഈ 2014 മുതലാണ് എനിക്ക് എവിടെ ICHR-ലൊക്കെ എന്നെ ഒരു സ്ഥലത്തും MG യൂണിവേഴ്സിറ്റി കയറ്റുമായിരുന്നു. വരുമ്പോൾ ആദ്യം പറയാം RS-കാരനാന്ന് പറയും. അപ്പം തീർന്നു. അയ്യോ, ഏതാണ്ട് വലിയ കൊടും പ്രേതം വന്ന പോലാണ്. അപ്പം ഇവിടെ CMS കോളേജിൽ ഞാൻ 30 വർഷം പഠിപ്പിച്ച കോളേജിൽ, അത് എൻ്റെ സമുദായം നടത്തുന്ന കോളേജാണ്. അവിടെ ആരെ വേണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അവരെന്നെ ആക്കിയില്ല. ഞാനും ആപ്ലിക്കൻ്റ് തന്നെ. ആപ്ലിക്കൻ്റല്ലേ, ആപ്ലിക്കേഷൻ തരാമെന്നുണ്ടോ? ഞാനും ആപ്ലിക്കൻ്റ് ആയിരുന്നു. കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെന്ന് ഇൻ്റർവ്യൂവിനൊക്കെ നിന്നതാണ്. 2 തവണ ഇൻ്റർവ്യൂവിന് പോയതാണ്. 2 തവണ എന്നെ തന്നില്ല. എന്നെക്കാളിലും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളിന് കൊടുത്തു. അപ്പം എനിക്ക് ആകപ്പാടെ ഒരു അംഗീകാരം കിട്ടുന്നത് സംഘപരിവാർ വന്നത് 2014 ശേഷമാണ്. 14 ജനുവരിയിലോ മറ്റോ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അത്യാവശ്യമായിട്ട് രവിയുവാണെന്ന് സുഷമ സ്വരാജ് വിളിച്ച് പറഞ്ഞു. എന്തിനാണെന്നറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന ആവശ്യമാണ് ICHR-ലും NCERT-ലും ഒക്കെ പിന്നീടാണ് കിട്ടുന്നത്. എനിക്ക് പെർഫോമൻസ്, എനിക്ക് അംഗീകാരം തരുന്നവരാണ്. അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ RS ചെയ്യുന്ന സമയത്ത്, ഞാൻ CMS കോളേജ് ജോലിക്ക് വരുന്ന സമയത്ത്, അന്നേരം RS വിട്ടിട്ട് ഞാൻ കോൺഗ്രസിൽ ചേർന്നാൽ CMS കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയറാണ്. പക്ഷെ ചരിത്രം ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അവന് വേണ്ടി എഴുതണം. നിഷ്പക്ഷമായിട്ട് എഴുതാനൊക്കത്തില്ല. വാര്യംകുന്നൻ വർഗവഞ്ചകനാണ്, രാഷ്ട്രവഞ്ചകനാണ്. അവന് ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു എഴുതാൻ. അവനെ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനായിട്ട് കണക്കാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതാണ്. വാര്യംകുന്നൻ അവിടെ സ്മാരകം അവിടെ സ്മാരകമുണ്ട്. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തിലില്ല. തുഞ്ചത്താചാര്യന് അവിടെ ഒന്നുമില്ല. അപ്പൊ ആർക്കറിയാവുന്ന മലയാള ഭാഷയുടെ ആചാര്യന് അതിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ഈയിടെ ഒരാൾ പറഞ്ഞു, അതായത് MT വാസുദേവൻ നായർക്ക് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. അതായത് അതിനൊരു കാരണം പറഞ്ഞത് ഈ പ്രതിമ അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെതുമായിട്ട് സാമ്യമില്ലാന്നാണ്. പക്ഷെ അതെ, അത് വെറും മുട്ടാക്കിന്നുള്ളേ ഉള്ളൂ, യാതൊരു സംശയമില്ല. അതെങ്ങനെ അയാൾ ഫോട്ടോ എടുപ്പിച്ചിട്ടില്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രായോഗികമായിട്ടിരുന്നത്? അപ്പം നമുക്കറിയാമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ശിവന്റെയോ വിഷ്ണുവിൻ്റെയോ ഫോട്ടോ ഉണ്ടോ? നമുക്കൊരു ഐഡിയ ഉണ്ട്. ശിവൻ ഇങ്ങനെ ആയിരിക്കണം, വിഷ്ണു ഇങ്ങനെ ആയിരിക്കണം, യേശുക്രിസ്തു ഇങ്ങനെ ആയിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത് യേശുക്രിസ്തു ഇങ്ങനെ ആയിരിക്കണം, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത്രയൊക്കെ ത്യാഗം സഹിക്കുന്ന ആളിങ്ങനെ ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് വേണമെന്ന് നമുക്കൊരു അത് വെച്ചാൽ വരയ്ക്കുന്നത്. ഇപ്പൊ സംഘപരിവാർ ശക്തികൾ എന്താണ് എന്ന് ക്രൈസ്തവ സമൂഹം ഏറെക്കുറെ തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വലിയ അപകടകാരികളൊന്നും അല്ല. കാരണം അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് അവർ വിലയിരുത്താൻ തുടങ്ങിയത്. മുസ്ലിം കമ്മ്യൂണിറ്റി അവരിപ്പോഴും അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ്. അതെന്തെങ്കിലും അത് മാറും പൂർണ്ണമായി എന്ന് കരുതുന്നുണ്ട് താങ്കൾ? അല്ല, സംശയമില്ല. അവരുടെ ഈ ബാഹ്യമായുള്ള സപ്പോർട്ട്, ഈ പണം വരെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ ഏത് ആവശ്യത്തിന് പണമുണ്ടല്ലോ, ആ പണം വരെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനിക്കും. ആർക്കായി ഇത് എത്ര ഒരു പിടിക്കല്ലേ അയക്കല്ലേ ഉള്ളൂ, മറ്റേ അവിടുത്തെ സേറ്റിനല്ലേ ഉള്ളൂ ഈ പ്രശ്നം. ബാക്കി ഏത് മുസ്ലിം, സാധാരണ മുസ്ലിം അവന് നേരം വെളുക്കണം, നേരം വൈകണം, എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അവനെ പ്രകോപിപ്പിച്ചാണല്ലോ അവനെ ആക്കുന്നത്. ഒരിക്കലും അധികം കാലം നിൽക്കാനല്ല. എല്ലാവരെയും കുറേ കാലത്തേക്കും, കുറേ പേരെ എല്ലാ കാലത്തേക്കും വിട്ടികളാക്കുക, എല്ലാവരെയും എല്ലാ കാലത്തേക്കും ഉക്കെന്നാൽ ഒരു ചൊല്ലുണ്ട്. കുറേ പേരെ എല്ലാ കാലത്തേക്കും വെക്കാം. ആ കുറേ പേരുടെ കൂട്ടത്തിൽ കുറേ പേര് കാണും, കുറേ ക്രിസ്ത്യാനികളും കാണും, കുറേ മുസ്ലിങ്ങളും കാണും. പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിട്ടികളാക്കാനുള്ള അതിൻ്റെ ഫുൾ പ്രൂഫാണ് ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടായ വലിയ മാറ്റം, ഭയങ്കര മാറ്റം. അവർക്ക് അയിത്തം മാറി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ള അയിത്തം മാറി. എന്നെ CSI സമുദായം വിളിച്ച് ആദരിച്ചു. പത്മശ്രീ കിട്ടിയപ്പം ആദരിച്ചു. അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത. ആ CMS കോളേജ് ഞാൻ കോമ്പീറ്റൻ്റ് അല്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞിറക്കി വിട്ടതാണ്.
പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് അപേക്ഷിച്ച സമയത്ത് ഞാൻ കോമ്പീറ്റൻ്റ് അല്ല എന്ന് പറഞ്ഞു വിട്ടതാണ്. പറഞ്ഞു വിട്ട് എന്നെയാണ് അവരെ ഇപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്വീകരണം എനിക്ക് തന്നത് അത് ഞാൻ ഭയങ്കര വില കൊടുക്കുന്ന ഒരു സാധനമാണ്. അത്രയും സ്വീകരണം ഞാൻ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്നെ വന്ന് വിളിക്കുക ഇത് അത്യാവശ്യമായിട്ട് വരണം, ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതവർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഞാൻ പോയി. ഞാൻ നിന്ദിക്കുന്ന പ്രശ്നമില്ല, ആരും നിന്ദിക്കുന്നില്ല. പണ്ടവരെന്നെ നോക്കാഞ്ഞ ഒരാളുകൊണ്ട് ഞാൻ വലിയ ആളാണെന്നും പറയത്തില്ല. അപ്പം ഈ മോഡി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഞാൻ ആരും ആകില്ല, ഞാൻ ഉണ്ടെന്ന് ആരും അറിയത്തുമില്ല. വട്ടപൂജ്യമായിരുന്നു. ഇപ്പോൾ എന്നെ അറിയാൻ തുടങ്ങിയത് ഈ പത്മശ്രീ ഒക്കെ തന്നുകൊണ്ടാണ്. പത്മശ്രീ ചെന്നപ്പോൾ പത്രക്കാരും ഒക്കെ വന്ന് അതും ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഏറെ ആളുകൾ തന്നെ അംഗീകരിക്കുന്നു. അവരും പറഞ്ഞത് 2016 ശേഷമാണ് ഇങ്ങനെ ഈ സാധാരണക്കാർക്ക് ഭയങ്കരമാണ്. റിയൽ ജെംസിനെ കണ്ടെത്തുകയാണ്. അതെ അതെ, ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടുമായിരുന്നു. അത് എല്ലാവരും കാശ് കൊടുത്താൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതാണല്ലോ ഒരു സാധാരണക്കാരൻ പ്രധാനമന്ത്രി അതിൻ്റെ ഗുണം. മറ്റേ പിന്നെ വലിയ കുടുംബത്തിൽപ്പെട്ട വലിയ വക്കീലന്മാരുടെയൊക്കെ ആളുകളാണ്, വലിയ തറവാട്ട് ഗുണമുള്ളവരാണ് വന്ന് ഇവിടെ പ്രധാനമന്ത്രിയൊക്കെ ആയിക്കൊണ്ടിരുന്നത്. സാധാരണക്കാരൻ പ്രധാനമന്ത്രി അതിൻ്റെ വെളിച്ചമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അംഗീകാരമാണ് കിട്ടിയത്. എനിക്കുള്ള ഇത് മോഡിക്കുള്ള അംഗീകാരമാണ്. എൻ്റെ എല്ലാം ആ മനുഷ്യനെ എന്നെ ഇങ്ങനെ നിയമം എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പത്മശ്രീ ആകില്ല. എനിക്കിവിടെ പൈസ കൊടുക്കാതിരിക്കുന്നത് ആ പണിച്ച് നക്കാപ്പിച്ച പെൻഷൻ കിട്ടും. ആ പെൻഷൻ കൊണ്ട് വീട്ടുകാരെ നോക്കാൻ പോകുന്നു, ആശുപത്രി കൊടുക്കാൻ പോകുന്നു. ആശുപത്രി കൊടുക്കാനും കുറേ കാശ് വേണം. അപ്പോൾ അത് കൊടുക്കാൻ പോകുന്നു. അന്നേരം പിന്നെ പത്മശ്രീ വാങ്ങിക്കാൻ പോകുന്നു. കാശ് മിച്ചമുണ്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനിയും നിരവധി പുരസ്കാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ. വളരെയധികം നന്ദി. ജനം ടെലിവിഷൻ ഇനിയും സത്യങ്ങൾ കണ്ടെത്താനും ജനസേവനത്തിനുമായി വരാനുള്ള സാഹചര്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലഭിക്കുന്നു.